ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അംബർല ടോപ്പ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണിത്. തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കട്ടിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ അംബർല ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് സാരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2.5 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഞാൻ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് 45 ഇഞ്ചാണ്. മുകളിലത്തെ പാർട്ട് ഞാൻ എടുക്കുന്നത് 15 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 16 ഇഞ്ച് ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ലൈനിങ് രണ്ടായി മടക്കി വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്രണ്ടിലേക്കുള്ള ലൈനിങ് മാത്രമേ ഉള്ളൂ. ബാക്കിലേക്കുള്ളതും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള ലൈനിങ്ങാണിത്. ഇനി നമുക്ക് ഇതിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു വീതി 10 ഇഞ്ചാണ് എടുക്കുന്നത്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ കറക്റ്റായിട്ട് 12 ഇഞ്ചിൽ വെച്ചിട്ട് ഇതേപോലെ ലൈനിങ് രണ്ടും മടക്കി കൊടുക്കുക. ആദ്യം കഴുത്ത് മാർക്ക് ചെയ്തെടുക്കാം. എനിക്ക് കഴുത്തിൻ്റെ നീളം വേണ്ടത് 5.5 ഇഞ്ചാണ്. പ്ലസ് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കഴുത്തിൻ്റെ വീതി ഞാൻ 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഞാൻ റൗണ്ട് കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ 2.5 ഇഞ്ചാണ് വേണ്ടത്. പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കൈക്കുഴി 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 10 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 9.5 ഇഞ്ചാണ് കറക്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് ഷേപ്പ് വരുന്ന ഭാഗം ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഇത് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് താഴത്തോട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കഴുത്ത് കറക്റ്റായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മുകൾ പാർട്ടിലേക്ക് വേണ്ട നല്ല തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതേപോലെ ഞാൻ രണ്ടായി മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മടക്കി എടുക്കുകയാണ്. അങ്ങനെ 4ആയിട്ട് മടക്കി എടുക്കുക. നാലായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് നല്ല പീസും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഈ വശത്ത് 1 ഇഞ്ച് മുകളിലോട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് മാർക്ക് ചെയ്തതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിങ് കൊടുക്കുന്നത്. ഞാനിവിടെ സാരി 2 പീസസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 45 ഇഞ്ചും വീതി എന്ന് പറയുന്നത് 42 ഇഞ്ചുമാണ്. ഞാനിവിടെ 2 പീസുകൾക്കും ഇതുപോലെ സൂചി കുത്തി വെച്ചിട്ടുണ്ട്.
രണ്ട് പീസുകളും ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ പീസിന്റെ ഒരറ്റം ഇതുപോലെ പിടിക്കുക, എന്നിട്ട് മറ്റേ അറ്റം ഇതേപോലെ വെച്ചു കൊടുക്കുക. അങ്ങനെ കോണോട് കോൺ വരുന്ന രീതിയിൽ തുണി മടക്കി കൊടുക്കുക. എല്ലാ സൈഡും കറക്റ്റായി വരുന്നത് പോലെ മടക്കി കൊടുക്കുക. ഞാനിപ്പോൾ കറക്റ്റായി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച മുകളിലത്തെ പാർട്ടിന്റെ ലൈനിങ് എടുത്തിട്ട് താഴത്തെ പാർട്ടിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. താഴത്തെ പാർട്ടിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടത്. ഇനി ജസ്റ്റ് ഒന്ന് ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിൽ ടാപ്പ് വെച്ചിട്ട് എത്ര നീളാണ് ഇതുള്ളതെന്ന് നോക്കുക. ഇതിപ്പോൾ 12.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ 12.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായി റൗണ്ടായി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ 12.5 അളന്നെടുക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് താഴത്തോട്ട് നീളം എത്ര വേണം വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. താഴത്തെ പാർട്ടിന്റെ നീളം 30 ഇഞ്ചാണ് വേണ്ടത്, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 31.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ റൗണ്ടിലും 31.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെ റൗണ്ടായിട്ട് 31.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിങ്ങിൽ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലൈനിങ് 4ആയി മടക്കി കൊടുത്തിട്ടുണ്ട്. നല്ല തുണിയേക്കാൾ ഒരു 3-4 ഇഞ്ച് നീളം കുറവ് മതി ലൈനിങ്ങിൻ്റെത്. ഞാനിപ്പോൾ 29 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ നീളം എടുക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി മുകൾ ഭാഗത്തെ ലൈനിങ് ഇതേപോലെ താഴ്ഭാഗത്തെ ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് ആ ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മാർക്കിങ്ങിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ താഴത്തെ ഭാഗത്ത് നിങ്ങൾക്ക് എത്ര വീതി കിട്ടുന്നോ അത്രയും തന്നെ എടുക്കുക. താഴത്തെ ഭാഗത്ത് ഞാൻ ലൈനിങ്ങിൻ്റെ വീതി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ കൈ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തുണി 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. കൈയുടെ ലൂസ് ഞാനിപ്പോൾ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്ക് കൈയുടെ നീളം 13 ഇഞ്ചാണ് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ മുകളിൽ ഞാൻ താഴത്തേനേക്കാളും 3 ഇഞ്ച് അധികം എടുക്കുകയാണ്. അങ്ങനെ 8.5 മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴത്തേട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് സൈഡിലേക്ക് മാർക്ക് ചെയ്തു. ഇനി മാർക്കിങ്ങിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായ പീസസ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.